കൊരിയർ വന്നെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേര് ഇറങ്ങി പോയിട്ടുണ്ട്. എന്താന്ന് മനസ്സിലായില്ലല്ലോ. നോക്കാം. ആ വരുന്നുണ്ട്. ആ ഇതെന്തവാ? ബാഹുബലിയാണല്ലോ. കുഞ്ഞുവാവയ്ക്ക് എന്തോ ഒരു സാധനമാണ്. ബീട്രൂട്ടോ? കുഞ്ഞു പോയി നൈഫ് എടുത്തോണ്ടോ? നൈഫ് എടുത്തോണ്ടോ? നീ എന്താ തേങ്ങ ഫ്ലാഷ് ബാക്ക്. എന്തൊരു കയ്യില് തേങ്ങയോ? ചമ്മന്തി അരയ്ക്കാനാണോ? അയ്യോ വേണ്ട, പോയി എടുത്തോണ്ട് വായോ. എന്താ ഈ സംഭവം? ഞാൻ ചോദിച്ച അതേ റാഡ് തന്നെ അവരെനിക്ക് തന്നടി. സന്തോഷം. അല്ല എന്താ സംഭവം പറ. നീ എന്നോട് ചോദിച്ചില്ലായിരുന്നോ കൊച്ചിന്? പറഞ്ഞ പോലെ നീ ഇഷ്ടം പോലെ ഞാൻ കൊറേ സാധനങ്ങൾ പറയുന്നുണ്ട്, അത് വേണം ഇത് വേണമെന്ന്. കാണുന്ന എല്ലാം ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, ഫ്രിഡ്ജ്, ടിവി, ഒയറില്ലാത്ത ഫോൺ, മൊബൈല്. തൽക്കാലം ഇത്രയൊക്കെ മതി. ചോദിക്കുന്നതെല്ലാം തരുന്നുണ്ടോ? അപ്പൊ ഇതെന്താ? അതിലൊന്നാണ് ഇതൊന്ന് കരുതിയാ മതി. വീട്ടിലെത്തുമ്പോ നീ പറഞ്ഞില്ലേ കൊച്ചിനെ ആട്ടാനൊരു കൊച്ചിനെ അതായത് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, മറ്റേ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഇലക്ട്രോണിക്കിൽ കറങ്ങണ ആടണ സാധനം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നീ അല്ലേ പറഞ്ഞ അത്രയും വലുതൊന്നും വേണ്ട, 4 മാസം കൂടെ കഴിഞ്ഞാൽ അത് മാറ്റി വെക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വില കുറഞ്ഞതൊരെണ്ണം മേടിച്ചതാണ്. പോർട്ടബിൾ ആണ്. അത് തന്നെ തൊട്ടില് പോർട്ടബിൾ. അത് നമുക്ക് ജനലിൽ തൂക്കാൻ പറ്റുന്ന സാധനം. ഓ ഇത് ക്ലാമ്പ് പോലെ ക്ലിപ്പ് ചെയ്ത് വെക്കണം. ഇത്രക്കൊക്കെ ചുറ്റണമായിരുന്നു. വെൽ പാക്ഡ്. നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. ഓൾറെഡി ഇത് ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ അവരോട് സംസാരിച്ചിരുന്നു, മെസ്സേജ് അയച്ച് സെല്ലറിന്റെ അടുത്ത്, ആമസോണിൽ നിന്ന് കേട്ടോ. സെല്ലറിന്റെ അടുത്ത് സംസാരിച്ച് ഞാൻ കാരണം 1-2 റിവ്യൂസ് മാത്രം, അതായത് മൊത്തം റിവ്യൂസിൽ ഒരു 2-3 റിവ്യൂസ് എന്തോ ഇതിന് ഡാമേജ് പറ്റാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സെല്ലറിന് മെസ്സേജ് അയച്ചു, ബുക്ക് ചെയ്തിട്ട് എനിക്കിത് പക്ക ക്വാളിറ്റി ഉള്ള സാധനം തന്നെ തരാമെങ്കിൽ മാത്രം നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവർ എനിക്ക് റിപ്ലൈ തന്നു. റീചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണ്. പക്ഷെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഞാനിത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് വെൽഡ് ചെയ്യും. കാരണം ഇത്രേ ഉള്ളൂ, എവിടെ വേണേലും കൊണ്ട് വെക്കാം. ഇനി ഇത് പോർട്ടബിൾ ആണെന്ന് വെച്ചാൽ ഇത് നീളം കൂട്ടുന്ന ഇത്ര നീളമല്ല, ഇതിനകത്ത് കയറ്റിയിട്ട് വീണ്ടും നമ്മൾ നീളം കൂട്ടും. അതായത് ഇത്രയില്ല, ഇവിടെ വരെ ഈ ലെങ്ത് വരും. ഈ 2 കട്ടിനകത്ത് ഈ സാധനം കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ തൊട്ടിലും പക്ഷെ പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് തൊട്ടില് ഇടുന്ന ശരിയാണല്ലോ. ഇതെല്ലാം പൊട്ടിക്കണമല്ലോ. എന്തിടാ നൈഫ് എന്തിടാ പിടിച്ചേ. ഞാനോ? ഇതിലാണ് ഇത് തൂക്കണത്. കൊച്ചു പറഞ്ഞ പോലെ ചൂണ്ട പോലെ ഇരിക്കുന്നു. ഇതുണ്ടോ കുഞ്ഞലയ്ക്കുന്നു. കുഞ്ഞലയ്ക്കുന്നെന്ന് കുഞ്ഞു കരയുന്നു. മോനൊന്ന് നോക്കിയടാ. ഈ തൊട്ടിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് കുഷ്യൻഡ് ആണ്. കോട്ടൺ ആണെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ 100% കോട്ടൺ എന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നെറ്റ് ഉണ്ട് അതിന്റെ കൂടെ കേട്ടോ. ഫസ്റ്റ് മോസ്കിറ്റോ നെറ്റ് ഉണ്ട്. ഇത് കൊള്ളാം, അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നെറ്റാടാ, സിബുള്ള നെറ്റാ കണ്ടോ. അത് കൊള്ളാം, സംഭവം കൊള്ളാലോ. ഓക്കെ, മറ്റേ മെറ്റീരിയല് നല്ല മെറ്റീരിയൽ, നല്ല കട്ടിയുണ്ട്. എന്തുവാണ് അങ്ങനെ അങ്ങനെ അപ്പൊ ഇത് ഇവിടെ കൊളുത്തുന്നേ? അങ്ങനെ അങ്ങനെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഇടും. ഞാൻ എനിക്ക് കയറി കിടക്കാലോ.
എയ്യടാ നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. മെത്ത കാണിച്ചേ കുഷൻ അതിന്റെ നല്ല അകത്തുണ്ട്. കുഷൻ. നോക്കി. ഓ യെസ് ഓക്കെ, പൊളിച്ച് കൊള്ളാം. ഇഷ്ടപ്പെട്ടു കേട്ടോ, വർത്താണ്. ഇനി കുഞ്ഞിന് ഇട്ടും കൂടെ നല്ല നോക്കി. സുഖമായിരിക്കും. ഒരു സെക്കൻഡ് ഞാനത് ഇടട്ടെ. സ്പ്രിംഗ് ജസ്റ്റ് അങ്ങോട്ട് കയറ്റി ഇടുക. സെറ്റാണ്. ഇനി അതില് ഇതും കയറ്റി ഇടുക. യെസ് ഇനി ഇതില് അത് കയറ്റിയിടുക. ഇത് കയറ്റി ഇടുക. പണി കഴിഞ്ഞു. ഇതെങ്ങനെ കയറ്റിയിടണേ? ഇത് ഇതുവഴി വരണം, കറങ്ങി തിരിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുമ്പോ വിട്ടു പോയിരുന്നല്ലോ. സംഭവം കഴിഞ്ഞടാ. ദേ നമ്മുടെ വാവച്ചിയുടെ തൊട്ടിൽ റെഡി. ആക്ച്വലി ഇത് കുറച്ചുകൂടെ മേളോട് പൊക്കി വെച്ചാ ഏറ്റവും മേളിൽ. അതെ, നമ്മൾ എന്തിനാ താഴെ വെക്കണേ? യെസ് ഇപ്പൊ കണ്ടോ, അടിപൊളി അല്ലേ? നമുക്ക് റൂമിൽ കൊണ്ട് വെച്ച് നോക്കിയാലോ? അവനെ അവിടെ കിടത്തി നോക്കാം. ഇങ്ങനെ തന്നെ ഓക്കെ. എടാ, നിനക്കുള്ള പുതിയ തൊട്ടില് വന്നടാ. അവൻ ആ തൊട്ടില് കിടന്ന് മടുത്താണ്. കഴിഞ്ഞ ഇത്രേ ഉള്ളു, സിമ്പിൾ ആയിട്ട് ഉള്ളത് സെറ്റ് ചെയ്തത്. എളുപ്പം. എളുപ്പമായിട്ട് നമുക്ക് ഇതിനെ ഐശ്വര്യമായിട്ടൊന്ന് കിടത്തി നോക്കാം. ചക്കരോ പുതിയ തൊട്ടിലാടാ. കാലൊന്നും എടുത്തേക്കാം. എടുക്കാം. ഓ ഓ ഓ പുതിയ തൊട്ടിൽ. നമുക്ക് പുതിയ തൊട്ടിൽ ഉദ്ഘാടനം ചെയ്യാം. കണ്ണ് നിറഞ്ഞിട്ടോ. സങ്കടം. ഓ സന്തോഷ ആനന്ദ കണ്ണീര്. സംഭവം അടിപൊളിയായിട്ടോ. ആശാൻ എന്തി? ആശാൻ അതല്ല, ഇതിന്റെ ഒരു സ്പ്രിംഗ് ആക്ഷൻ ഉള്ളത് കൊണ്ടൊക്കെ. അതെ, ഈ ഒരു സ്പ്രിംഗ് ഇങ്ങനെ ആടുന്നുള്ളതുകൊണ്ട് ഒരു ഇത് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ വരിക. അങ്ങനെ ആട്ടുന്ന കാര്യമല്ല പറഞ്ഞത്. ഇത് ആട്ടുമ്പോ അത് ഓട്ടോമാറ്റിക്കലി അതാണ് ആയിക്കോളും. എന്നാലും അവൻ ഓക്കെയാണ്, ഹാപ്പിയാ. അത് മതി. ഓ, ഇത് റീവാഷ് ചെയ്യാവുന്നതാണ്. അതായത് ഇതിന്റെ അടിയിലത്തെ മെത്ത ഉണ്ടോ, ഇത് നമുക്ക് പുറത്തെടുത്ത് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാൻ, തിരിച്ച് അതുപോലെ കയറ്റി വെക്കാം. അതാണ് ഇതിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലൂടെ ഇടാനുള്ള ഒരു നെറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഓ മോസ്കിറ്റോ നെറ്റ്. ഇത് ഏത് തിരിച്ചാവാനാ സാധ്യത. മേളില് മറ്റേ വലിച്ച് ടൈറ്റ് ചെയ്യുന്ന സാധനമായിട്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും വലിയ വിലയൊന്നുമില്ല. എന്ന് വെച്ചാൽ 1500 രൂപയിൽ താഴെയാണ് നമുക്കിത് ഫുൾ സെറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ വെർത്താണ്. അപ്പോൾ പിന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വിൻഡോ ഹാങ്ങർ നമ്മൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ബലപ്പെടുത്തുക, നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ബാക്കി എല്ലാം ഓക്കെയാണ്. അച്ചടാ. ഓക്കെ, അപ്പോൾ ബൈ.